നമ്മളെ ഒരുപാട് പേര് കളിയാക്കാൻ വേണ്ടി വിളിച്ച് ബിഗ് ബോസിലേക്ക് അവസരം കിട്ടി ഓടി വാന്നൊക്കെ പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുക്കരുത്, എൻ്റെ മകനെ വെറുതെ തമാശക്ക് ചെയ്താണെന്ന് പറഞ്ഞു. ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഞാനാണ്. അതുകൊണ്ട് എനിക്കറിയാം എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കണമെന്നുള്ളത്. അതിനെന്തോ തട്ടിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ബിഗ് ബോസ് ചാനലിലേക്ക് എന്നെ വിളിച്ച ഒരാൾ പറ്റിച്ചായിരുന്നു. ബിഗ് ബോസിലേക്ക് അവസരം കിട്ടിയിട്ടുണ്ട്, ഓടി പാലാരിവട്ടം പാലമില്ലേ, അവിടെയാണ് അവരുടെ ഓഫീസ്, അങ്ങാട് വാന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു പ്ലാറ്റ്ഫോമാണത്. പക്ഷേ നമ്മളെ ഒരുപാട് പേര് കളിയാക്കാൻ വേണ്ടി വിളിച്ച് ബിഗ് ബോസിലേക്ക് അവസരം കിട്ടി ഓടി വാന്നൊക്കെ പറഞ്ഞ് ആളെ പിടികിട്ടിയെന്ന് വെച്ചാൽ ഞാൻ സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞ് ഞാൻ റിട്ടേൺ വിളിച്ചപ്പോൾ ഒരു സ്ത്രീയാണ് ഫോൺ എടുത്തത്. അപ്പോൾ ചേച്ചി പറഞ്ഞ് മോനെ കംപ്ലൈൻറ്റ് കൊടുക്കരുത്, എൻ്റെ മകനെ വെറുതെ തമാശക്ക് ചെയ്താണെന്ന് പറയും. ഞാൻ ചേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന് പറയണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ കയറാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച് നിൽക്കണേന്. അതിന് വേണ്ടിയിട്ടാണ് ഞാനായാലും അലൻ ജോസ് പെരേര ആയാലും ഈ കിടന്ന് ഈ റീച്ച് ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ ഇപ്പോൾ പെരേര ആയാലും പലരുടെയും തല്ലുകൊള്ളുന്നതും എല്ലാം കണ്ടൻറ്റിന് വേണ്ടി ചെയ്യുന്നതാണ്. പല വീഡിയോകളിലും തല്ലുകൊള്ളുന്നതും ഓടുന്നതും നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത വീഡിയോ ഉണ്ട്. കാര്യം ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഞാനാണ്. അതുകൊണ്ട് എനിക്കറിയാം എങ്ങനെ കണ്ടൻറ് ഉണ്ടാക്കണമെന്നുള്ളത്. അപ്പോൾ അത് കണ്ടിട്ട് അത് റീച്ചാണല്ലോ, ആൾക്കാർക്ക് വേണ്ടി നെഗറ്റീവാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ കയറാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ഇങ്ങനെ ഓരോ കണ്ടൻറ്റുകൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പെരേരായാലും തല്ലുകൊള്ളുന്നത്, നമ്മളെല്ലാവരും പേടിച്ച് മാറി നിൽക്കുന്നത് ക്രിയേറ്റ് ചെയ്താണ്. ഞങ്ങൾ ഇന്നലെ എല്ലാവരും കൂടി ഇപ്പോൾ തല്ല് എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്കൊരു പ്രശ്നം കണ്ടായിരുന്നു. അത് തന്നെ അതെ, ഞങ്ങളത് എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ച് ഇന്നലെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. കാര്യം ആരോ ഒളിച്ചിന്ന് വീഡിയോ എടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് ഭക്ഷണം കഴിക്കണത്, ഒരുമിച്ച് യാത്ര ചെയ്യണത്. അപ്പോൾ ജനങ്ങൾക്ക് ചിലവർക്കറിയാം കണ്ടന്റ് ആണെന്ന്, ചിലവർക്കറിയാം, അറിയാത്ത ചിലവരാണ് റിയാക്ട് ചെയ്യുന്നത്. നമുക്ക് ചിരി വരും റിയാക്ട് ചെയ്യുമ്പോൾ. പക്ഷേ ഞങ്ങളുടെ ഒരു നാടകീയമായ രംഗങ്ങളാണെന്നുള്ള കാര്യം ആർക്കും അറിയാൻ പാടില്ല. അപ്പം നമുക്ക് ഈ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ നാടകീയമായ രംഗങ്ങൾ അവിടെ കണ്ടന്റ് പോലെ ചെയ്യുന്നത്. ഓഡിഷനൊക്കെ പോകേണ്ട കാര്യമില്ലല്ലോ. അല്ല, മറ്റേ കോർണറിന് പോയപ്പോൾ അതിൽ കയറുന്നില്ല, അതിൽ എന്തോ തട്ടിപ്പുണ്ട്. മെസ്സേജ് അയച്ചിട്ട് പോകണില്ല, മൈജിയുടെ ഷോറൂമിൽ പോയിട്ട് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതിലെന്തോ തട്ടിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം ഞാനവിടെ മൈജിയിൽ പോയിട്ടുണ്ടായി, പാലാരി വിട്ടിട്ട് അവിടെ ചെന്ന് വീഡിയോ എടുത്ത്. പക്ഷെ അവരെ ഇതിൽ അളക്കാൻ പറ്റണില്ല, എൻ്റെ ഫോണിൽ നിന്ന് പോകണില്ല. അപ്പം എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ അളക്കണോണ്ടാണോ ഒന്നും എനിക്കറിയാൻ പാടില്ല. ഇനി ബിഗ് ബോസിലേക്ക് നമ്മളപ്പോഴത്തെ എന്താ പറയുക, ഇങ്ങനെ ഞാനൊരു 40 സിനിമകളിലോളം അഭിനയിച്ചതാണ്. പിന്നെ 2 നാടകം, പിന്നെ ഒരു 6 സീരിയൽ, അങ്ങനെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്ത് അതിൽ നായകൻ ഞാൻ തന്നെയായിരുന്നു. ചതീന്നും ആർട്ടിസ്റ്റാണ്. പിന്നെ എൻ്റെ ഒരു പടം ഇപ്പം വേഷം ചെയ്ത് ഇപ്പോൾ തയ്യൽ മെഷീൻ ഇറങ്ങാൻ പോകുന്നു. അലൻ ജോസ് പെരേരയുടെ കൂടെ നടക്കുന്നതുകൊണ്ട് കൂടെ നടക്കൊണ്ട് കുറേ ഇമേജിന് നഷ്ടം വന്നിട്ടുണ്ട്. എന്നാലും 10 പേര് തിരിച്ചറിഞ്ഞത് അവൻ്റെ കൂടെ വന്നുകൊണ്ടാണ്. ഈ 40 പടവും 6 സീരിയല് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്നെ ആർക്കും അറിയാൻ പാടില്ലായിരുന്നു. ഇപ്പം അവൻ്റെ കൂടെ നടന്നുകൊണ്ട് എല്ലാവർക്കും അറിയാം. ആൾക്കാർക്ക് വേണ്ടത് നെഗറ്റീവ് റീച്ചാണ്. അതാണ് ഇപ്പോൾ, അതുകൊണ്ടാണ് നമ്മൾ അതിൽ നിൽക്കുന്നത്. പക്ഷെ നമ്മളുണ്ടാക്കുന്ന കണ്ടന്റ് എന്താണെന്ന് ജനങ്ങൾക്ക് അറിയില്ല. അവരത് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ചിരി വരും. പല ആൾക്കാർ റിയാക്ട് ചെയ്യണ കാരണം അത് ശരിക്കും പറഞ്ഞാൽ കണ്ടന്റ് ഉണ്ടാക്കണ ഞാനാണെന്നുള്ള കാര്യം മിക്കവർക്കും അറിയാതെ. അപ്പോൾ ഏതായാലും എൻ്റെ ഒരു ചെറിയൊരു പടം ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്, തയ്യൽ മെഷീൻ. അതെല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. നല്ലൊരു വേഷം ഞാൻ ചെയ്താണ് അതിനകത്ത്. അലൻ ജോസ് പെരേര ബിഗ് ബോസ് കയറാൻ ചെയ്യുന്നു. പെരേര ബിഗ് ബോസിൽ അവൻ്റെ ഇത് കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. ഇത് ഒരു പ്രാവശ്യം കൊണ്ട് വിളിച്ച് ഓഡിഷൻ കഴിഞ്ഞെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവന് കിട്ടിയാൽ നന്നായിരിക്കും. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്കെങ്കിലും കിട്ടിയാൽ മതി. എനിക്ക് വേണമെന്ന് തന്നെ ഇല്ല. ഏറ്റവും കൂടുതൽ അർഹനായ ആൾ ആറപ്പണ്ണനാണ്. പക്ഷേ പുള്ളിക്ക് അതിന് താല്പര്യമില്ല. പുള്ളിക്ക് ബിഗ് ബോസിൽ കഴിഞ്ഞ പ്രാവശ്യം വിളി വന്നതാണ്, പുള്ളി പോയില്ല. ഇനിയിപ്പോൾ അടുത്തൊരു പെരേര കയറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളുടെ കൂട്ടത്തിൽ ഒരാളെങ്കിലും രക്ഷപ്പെട്ട അത് എന്താണത്, നമുക്കൊരു ഇതാണല്ലേ, ഒരു വിലയല്ലേ അത്. നമ്മൾ ഇത്രയും ഈ വീഡിയോയിലും എല്ലാം ഈ ജനങ്ങളെ കൊണ്ട് ഇത്രയും തെറി പറയിപ്പിച്ചതും ചിരിപ്പിച്ചതും ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ഒരുപാട് ആസ്വദിച്ച് കണ്ടേക്കുന്ന വീഡിയോകൾ ഞങ്ങളുടേതാണ്. അത് ഞങ്ങൾ അവകാശപ്പെടുന്നു. കാരണം ഞങ്ങളുടെ ഒരു വീഡിയോ ഇടുമ്പോൾ തന്നെ പല സിനിമാക്കാർക്കും പേടിയുണ്ട്. അങ്ങനെ അവരുടെ റീച്ച് കൂടുതലാണ് ഞങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. റീച്ചിൽ ഞങ്ങൾ മുമ്പിൽ തന്നെയാണ്. റീച്ച് കുറയുമ്പോൾ ഞങ്ങൾ ഓരോന്ന് കാണിക്കും, ഒന്നും കൂടി റീച്ച് ആവും. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതാണ്.
പ്രിൻസ് ആൻഡ് ഫാമിലി മറ്റേ പെണ്ണുമ്പോൾ പറയുള്ളേ 1 മില്യൺ ആൾക്കാർ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഒരാളുടെ ആവശ്യം നമുക്കില്ല.